ഒരേ ബെഡിൽ പരസ്പരം മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്ന ഭാര്യയെയും ഭർത്താവിനെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് അവരുടെ പ്രശ്നം? നിസ്സാരമായ വിഷയങ്ങളാണ്. പക്ഷെ ഓരോരുത്തരും വിചാരിക്കുന്നത് ഞാൻ മാത്രമാണ് ശരി, മറ്റുള്ളയാളാണ് പ്രശ്നക്കാർ എന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഈഗോ വില്ലനായി വരികയാണ്. ഈഗോ വില്ലനായി വന്നാലുള്ള പ്രശ്നം, സ്നേഹം കുറയും. കുടുംബ ബന്ധത്തിൽ സ്നേഹം കുറഞ്ഞു വരും. പിന്നെ ബന്ധങ്ങളൊക്കെ പേരിന് മാത്രം നിലനിൽക്കും. കുട്ടികളുടെ ബാപ്പയല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ കുട്ടികളുടെ ഉമ്മയല്ലേ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ച് സംതൃപ്തിയില്ലാതെ ബന്ധങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെക്കുറിച്ച് വളരെ ശക്തമായ രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിൻ കിബർ. ഒരു അണുമണിത്തൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ള ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ്. എന്തിനാണ് നമ്മൾ ഈ അഹങ്കാരത്തോടു കൂടെ നടക്കുന്നത്? നമ്മളൊക്കെ എപ്പോഴും ഈ ലോകത്തോട് യാത്ര പോകേണ്ടവരാണ്. നമ്മളൊന്ന് തളർന്നു കിടന്നാൽ അവരാണ്, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും, നമ്മളെ സഹായിക്കാനുള്ളത്. നമ്മളൊന്ന് രോഗിയായി കിടക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവരായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് അഹങ്കാരങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ ശ്രമിക്കുക.